അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നുമല്ലേ, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിന്ധു ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോൾ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് രണ്ട് വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. നിങ്ങളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മീഡിയ മേഖലയിൽ, മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിലൊന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്ന അല്ലേ, നായിക കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെ, ഒരു ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റു ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം ഒരു 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം, എടുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമാ നടിയാണോ, സിനിമ നടനാവണം എന്നൊക്കെ. ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം. അപ്പോൾ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ. കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷറിന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ളത് സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നോർമലി സിനിമാ താരങ്ങൾ കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടില്ല. ഇപ്പം ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്. അല്ലല്ല, പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും, ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു,
അപ്പോൾ അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു പക്ഷെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് താരനിരയുള്ള സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്, വലിയ വലിയ സ്റ്റാർസിൻ്റെ ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലും പറഞ്ഞ പോലെ അത്ര നല്ലതാണെങ്കിൽ ഇപ്പോൾ അത് തിയേറ്ററുകൾ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒക്കെ പിടിച്ചു നിർത്തി കാണുന്നുള്ളൂ. പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം അല്ലെങ്കിൽ വലിയൊരു റഷ് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്നത്. അല്ലാത്തെല്ലാം കുറേ വാഷൗട്ടായി പോവുകയാണ്. അങ്ങനെയുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? നമ്മുടെ സിനിമ ഹലോ, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെന്റ് തന്നെ 2-3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടു, ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ടായി പോയിട്ടായിരുന്നു. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നതും നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടേ മതിയാവും എന്നൊന്നും പറയണല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിലെന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളിലോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഡയറക്ടറുടെ ലാൽ ജോസിനെ പോലുള്ള ഒരു അത്രയും ലെജൻഡായിട്ടുള്ള ആളെ ഇപ്പൊ ചെറിയൊരു പടത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വന്നു എന്നും പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? പരിചയം എന്ന് വെച്ചാൽ ലാലു സാറിനെ മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത് ഞാൻ ബേസിക്കലി എഡിറ്ററാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, അവർ ഡോക്യുമെൻ്ററീസ് അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുള്ള ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് ലാലു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നത് അവരൊക്കെ ഒപ്പമായിരുന്നു. കാരണം ഞാൻ ചെയ്ത് ശരിയാണോന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡ് മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മോനെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ടേക്ക് കഴിയുമ്പോഴും ലാജു സാർ ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക, സിനിമയുടെ ഫേസ് നോക്കും, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പോവാം അല്ലേ, അത് ഓക്കെ ആണല്ലോ അല്ലേ. അത് ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണുന്നത് റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഇതിലൊരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ വിളിച്ചിട്ട് സാറേ നമുക്ക് ഒരെണ്ണം എടുത്താലോ എന്ന് പറയാൻ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മുഖത്ത് കാണുമ്പോൾ എൻ്റെ മുഖത്ത് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞോടി പോകാല്ലേ, അതെ സാർ അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറ് ശരിക്കും സിൻഡോ ബ്രോനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരിക്കൽ പുള്ളിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ചിരിക്കും ആളെ എങ്ങനെയാവും ഈ ആക്ഷൻ വിളിക്കാൻ പറ്റണ്ട ഇങ്ങനെയൊക്കെയാണ് നേരത്തെ പുള്ളി. കാരണം പേടിയായിട്ട് അപ്പൊ നമ്മളും ആ ഒരു ടെൻഷനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒരു പ്രാവശ്യം ഇവിടെ എന്തോ ഒരു കാര്യത്തിന് മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്ക് വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ
വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് നേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ നേരം ഇരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളൊരു സിനിമയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണുണ്ടാവും തന്നെ സന്തോഷം തോന്നി. എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ.